ഡേയ്, നീ അവനെ കൂടി വേഗം ഇങ്ങോട്ട് വാ. ചെറിയൊരു പണിയുണ്ട്. ഞങ്ങൾ എത്തി ആശാനെ. വേഗം വാ. കേറാ. അവരെത്തിയട്ടാ. എന്താ ആശാനെ? ഇന്ന് തന്നെ തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. നമ്മൾ ഇന്ന് തന്നെ തീർത്തിരിക്കും ആശാനെ. അത്രേ ഉള്ളൂ. കോമു വാ പോവാ. ഞാനൊന്നില്ലെന്ന് പണിക്ക്. ഡാ, നീ കണ്ടതല്ലേ കാശ് 5000 മേടിച്ചിരിക്കണത്. കക്കൂസ് ഇന്ന് തന്നെ പെയിന്റ് അടിച്ച് തീർത്തു കൊടുക്കാന്നാ പറഞ്ഞിരിക്കണേ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാ? ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിന്ന് പണിക്കില്ല. ആശാൻ ഇവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോഴും. തീരുമാനിച്ച നീ? തീരുമാനിച്ചു. ആശാൻ അറിയില്ല ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരില്ല എന്നുള്ള കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവൻ അവിടെ ഇരിക്കട്ടെടാ. നീ വരണണ്ട. ഞാനൊന്നില്ല. എന്നാ ശരി, നന്നാവണ്ട. നീ ഇരുന്നു ഇവിടെ. ശരി, പോടാ, പോയി പണിയെടുത്ത് ചാവടാ. എടാ, ഞങ്ങള് പണിക്ക് പോണല്ല, പിന്നെ ഞങ്ങള് ചെറായി ബീച്ചിലേക്കാ. അല്ലേ ആശാനെ? ബീച്ചിലേക്കാ. എന്താടി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ചേ? നിന്റെ കുശുമ്പൊന്നും മാറാൻ. നടക്ക്. പിടിച്ചോ, ആശാനെ വിടരുത്. വിടില്ല, വിടില്ല. മറക്കവന്, മറക്കവന്, ഇവിടെ മറക്കവന്. പിടിച്ചങ്ങട്, പിടിച്ചങ്ങട്, വിടരുത്. ആശാനെ വിടരുത്, ആശാനെ വിടരുത്, വിടരുത്. ലേഡി, നിന്റെ നേരിൽ ആൽത്തറയിൽ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും കൊടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ആ കോപ്രായം കണ്ടിട്ട് മതിയടാ, മതിയടാ. ചുമ്മാല്ല നീ തോറ്റത്. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. വാ, പിടി. കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടല്ലെന്ന്? ഹേയ്, അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ, നീ ഒന്ന് വാടി. അല്ല, പിശാച്. ആശാനവൻ. അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. വാടയുണ്ട്. ഓ, എന്താണ് ആശാനെ? നോക്കടാ, നോക്കിക്കടാ. എന്താണ് ഇത്? എടാ, ഷിനുവിന്റെ പിള്ളേരോടുത്ത പണിയായത്. ആണോടാ? പറഞ്ഞു കൊടുക്കണ. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പോൾ ഞാൻ നിന്ന ക്യൂവിലേക്ക് അവന്മാർ ഇടിച്ചു കയറി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ക്യൂവിലേക്ക് ഇടിച്ചു കയറി? തല്ലി. നമുക്ക് ചോദിക്കണം. ആശാൻ കയറി വണ്ടി എടുക്കടാ. ചേട്ടാ, ചേട്ടൻ ഏതാ? ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ, വെടിക്കെട്ടുകാരനാണ്. ചേട്ടാ, ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചങ്ങൾ അല്ല, വേറൊന്നുമല്ല ചേട്ടാ. 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശ. അതുകൊണ്ട് ചേട്ടൻ അറിഞ്ഞങ്ങോട്ട് പെരുമാറിക്കോണം. ഈ ഗൾഫുകാരനല്ലേ? പക്ഷെ കണ്ടാ പറയൂലട്ടാ, നിന്റെ വെടി പൊട്ടിക്കും. എന്താ പോരെ? ഓക്കെ, പോരാ പോരാ, ഇങ്ങോട്ട് പോരാ. നിന്റെ പിള്ളേർക്ക് പൊളിച്ചിടാ. നിന്നെ പൊളിക്കൂടാ. വീട്ടില് നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ. ഇങ്ങനെയാണെങ്കിലേ എന്തായിരിക്കും കാണാട്ടാ. ചേട്ടന്റെ കുടുംബത്തിൽ ഒരാളെ പോയി പള്ളിങ്ങോട്ടില്ല. ഓട്ടാ, നീ അത് വിട്. ഒന്ന് പോവാ.
അമ്പലത്തിൽ ആനയാണ് ചേട്ടനൊന്ന് പറഞ്ഞു. എന്താ നിനക്ക് കളിക്കാൻ പാടില്ലേ? എന്നിട്ട് വേണം എന്റെ പിള്ളേർ നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേർ പോകണം, അച്ഛനില്ലാത്ത പിള്ളേരൊന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറയാ. വാസു, അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കണ്ടാവും. ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം. ഉരുക്കിയോ? എന്നിട്ട് ഈ കമ്പെടുത്തോ. എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കിയെടുക്കണം. ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമര ഉണ്ടല്ലോ, ആൽമരത്തിൽ അങ്ങ് കെട്ടണം. എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആന അതെങ്കിൽ ശർക്കരയല്ലേ, ആന വഴിക്കോളും. എന്നിട്ടെന്താ, അപ്പൊ തന്നെ ആന പിണ്ടിടും, കയറ് പിണ്ടം. ആ കയറ് പിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങിലും കുരുക്കി കെട്ടണം. കെട്ടിയോ? അപ്പൊ ആന അഴയില് കിടന്നിങ്ങനെ ആടി കളിക്കും. എങ്ങനെയുണ്ട്? കളച്ചോ? അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ അല്ലേ കമ്പ പോയത്? ആനനെ പോയി തിളക്കട്ടെ ചേച്ചി, ആനയെ പോയി തിളക്കട്ടെ. ഈ ബുദ്ധി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എത്ര ആന. ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അതെ അച്ഛാ, ഈ തോർത്ത് എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിൽ ഇട്ട് മൂടാനാടാ. അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. ഇതിന്റെ ബാക്കി അവിടെ പോയടാ. അത് ആശാനത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? ആവുക കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വിശന്നിട്ടിരിക്കുന്നു ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചാടി നിന്നെ ഞാൻ. കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായ? തുടങ്ങി തള്ളും തളക്കലും. എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ, കുത്തും. എന്റെ തരിപ്പങ്ങട് മാറി.